സമകാലികം. പെരുമ്പളം വേമ്പനാട്ട് കായലിൻ്റെ ഹൃദയമിടിപ്പറിഞ്ഞു വളർന്ന തുരുത്ത്. പച്ചപ്പും പ്രകൃതി ഭംഗിയും കായൽക്കാറ്റും മത്സ്യസമ്പത്തും ഇവിടുത്തെ ഐശ്വര്യമായിരുന്നെങ്കിലും പുറം ലോകവുമായി ബന്ധപ്പെടാൻ ഇവർക്കു മുന്നിൽ കായൽ ഒരു വൻമതിൽ തന്നെയായിരുന്നു. വഞ്ചിയും കടത്തുകടവും മാത്രമായിരുന്നു വർഷങ്ങളോളം ഇവരുടെ ആശ്രയം. എന്നാൽ ഇന്ന് കഥയാകെ മാറിയിരിക്കുകയാണ്. അതെ, വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ വേമ്പനാട്ട് കായലിന് കുറുകെ പെരുമ്പളം ഗ്രാമത്തെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്ന പാലം ഇന്നൊരു യാഥാർത്ഥ്യമാണ്. സിമൻറ്റും കമ്പിയും കൊണ്ട് നിർമ്മിച്ച വെറുമൊരു പാലമല്ലിത്. ഒരു നാടിൻ്റെ ഒറ്റപ്പെടലിന് അറുതി വരുത്തിയ ജീവനാഡിയാണ്. പെരുമ്പളം ഗ്രാമവാസികളുടെ ആകാശത്തോളം ഉയർന്ന പ്രതീക്ഷകൾക്ക് ഇപ്പോൾ ഒരു പാലത്തിൻ്റെ കരുത്തുണ്ട്. വർഷങ്ങളോളം കായൽക്കാറ്റേറ്റ് ഒറ്റപ്പെട്ടു കഴിഞ്ഞവർക്ക് ഈ പാലം വെറുമൊരു യാത്രാമാർഗമല്ല, അത് അവരുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ്. പെരുമ്പളം പാലം നൽകുന്ന പ്രതീക്ഷകളെയും വികസന സാധ്യതകളെയും കുറിച്ചാകട്ടെ ഇന്നത്തെ സമകാലികം. പെരുമ്പളം പാലം യാഥാർത്ഥ്യമായപ്പോൾ ആലപ്പുഴ ജില്ലയിൽ ഉൾപ്പെട്ട വേമ്പനാട്ടു കായലിലെ ഈ ദ്വീപ് പഞ്ചായത്തിൻ്റെ വികാസ പരിണാമങ്ങൾ ഓർത്തെടുക്കുകയാണ് പെരുമ്പളത്തെ സാമൂഹ്യ പ്രവർത്തകനായ ശ്രീ KP സന്തോഷ്. ഈ ദ്വീപ് രൂപം കൊണ്ട ആദ്യകാലത്ത് യാത്രാക്ലേശം ഇത്ര രൂക്ഷമായിരുന്നില്ല. കാരണം ചില സ്ഥലങ്ങളിൽ ഇത് മറുകരയുമായി വളരെ അടുത്താണ് കിടന്നത്. അതായത് പെരുമ്പളത്തിന്റെ കാളത്തോട് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അത് അപ്പുറത്തെ മറുകരയുമായി ഉള്ള അകലം എന്ന് പറയുന്ന ഒരു കാളയെ കുളിപ്പിക്കുന്നതിനുള്ള ഉഴവ്, കാളകളെ കുളിപ്പിക്കുന്നതിനുള്ള ഒരു തോട് എന്ന ഒരു അകലം മാത്രമാണ് ഉണ്ടായിരുന്നത്. അതേപോലെ പെരുമ്പളത്തിന്റെ വടക്കേ അറ്റത്ത് പട്ടേക്കാട് നിന്ന് ചാത്തമ്മയിലേക്കുള്ള അകലം എന്ന് പറഞ്ഞാൽ ഒരു മടൽ ഓലയ്ക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി വീഴും എന്ന ഒരു അവസ്ഥയായിരുന്നു പണ്ട് എന്നാണ് പറയുന്നത്. വളരെ വളരെ പണ്ട്, അതായത് പഴയ ആളുകൾ പറയില്ലേ 99-ലെ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞു. ആ വെള്ളപ്പൊക്കമാണ് ഈ രൂപത്തിലേക്ക് ദ്വീപിനെ ഇങ്ങനെ അകൽച്ച വരുത്തിയത്. അന്ന് ആ വെള്ളപ്പാച്ചില് ആ കാളയെ കുളിപ്പിക്കുന്ന തോടെന്ന് പറയുന്നതെല്ലാം അടിച്ചുപോയി ഇന്ന് കാണുന്ന വലിയ അകലമുള്ള കായലുകളായി രൂപപ്പെട്ടു. അതേപോലെ വടക്കേറ്റത്തെ ഭാഗവും വലിയ അകലം ആയി രൂപപ്പെട്ടു. അക്കാലത്ത് നമ്മുടെ ഫോർട്ട് കൊച്ചി ആ ഭാഗത്തുള്ള വൈപ്പിൻ ഭാഗത്തുള്ള ആ തുറമുഖം അതുവഴി ആയിരുന്നില്ല കപ്പൽ ഗതാഗതം. കൊടുങ്ങല്ലൂർ, കോട്ടപ്പുറം ആ ഭാഗം വഴിയായിരുന്നു. ഇവിടെ ചെറിയൊരടച്ചാൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതും ആ കുത്തിയൊലിച്ച പ്രളയത്തിൽ ഒലിച്ചു പോയിട്ടാണ് രൂപപ്പെട്ടത്. അതിനുശേഷമാണ് ഞങ്ങളുടെ ദ്വീപ് ഇത്രമാത്രം ഒറ്റപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയത്. പക്ഷെ ആ ഒറ്റപ്പെടൽ എന്ന് പറഞ്ഞാൽ അതിഭയാനകം ആയിരുന്നു. കാരണം വെച്ചാൽ ചെറിയ വള്ളങ്ങളെ മാത്രം ആശ്രയിച്ച് മറുകര എത്തേണ്ടുന്ന സാഹചര്യം. പിന്നെ ആ ഒരു കാലത്തെന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം ആളുകളും ഈ ദ്വീപിൽ തന്നെ തൊഴിലെടുത്ത് ഇവിടെ തന്നെ ഉപജീവനം നടത്തിയിരുന്ന ആളുകളാണ്. കാരണം വെച്ചാൽ ഇവിടെ കയർ തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ, അതേപോലെ തന്നെ മറ്റ് കാർഷിക വൃത്തികളിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകൾ, നെല്ലും തേങ്ങയെല്ലാം ധാരാളം ഉണ്ടായിരുന്ന ഒരു പ്രദേശം എന്ന രീതിയിൽ ഇവിടെ തന്നെ തൊഴിലെടുത്ത് കഴിഞ്ഞിരുന്ന ആളുകളെ സംബന്ധിച്ചോളം വലിയ തോതിൽ അക്കരെ പോവുക എന്നൊരു ഇതുണ്ടായിരുന്നില്ല. ഈ ചരക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുന്നതോടൊപ്പം തന്നെ അത്യാവശ്യ കാര്യങ്ങൾക്ക് പോകുക, അതിനെല്ലാം അക്കാലത്തെ ഏറ്റവും നല്ല സംവിധാനങ്ങളായിട്ടുള്ള വലിയ ഒരുമാതിരിയുള്ള വള്ളങ്ങൾ ആണ് ഉപയോഗിച്ചിരുന്നത്. പിന്നെ ആ സമയത്ത് തന്നെ എല്ലാവർക്കും ഏകദേശം ഈ മത്സ്യത്തൊഴിലാളികൾ എല്ലാവർക്കും അത്യാവശ്യം നല്ല ആരോഗ്യമുള്ള ആളുകളും നീന്തലും എല്ലാം അറിയാവുന്ന ആളുകളായി തന്നെ അപകട സാധ്യതകളൊക്കെ വള്ളം മറിഞ്ഞാൽ പോലും കുറവായിരുന്നു. മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ഇല്ലെന്നല്ല, എങ്കിലും കുറവായിരുന്നു. പക്ഷെ ആശുപത്രി കേസ് നമുക്ക് ഇന്നതുപോലെ മറ്റു ആശുപത്രികളെ ആശ്രയിക്കുന്ന സാഹചര്യങ്ങൾ അന്ന് കുറവായിരുന്നു. നാട്ടുവൈദ്യന്മാരാണ് ചികിത്സിക്കുന്നത്. അത് മരണപ്പെട്ടാൽ മരണപ്പെട്ടു, അത്രയൊക്കെ തന്നെയുള്ളൂ. അതിനുശേഷം ആധുനിക കാലത്തിലേക്ക് കടന്നു കഴിഞ്ഞപ്പോഴേക്കാണ് നമുക്ക് മറുകരയെ കൂടുതലായിട്ട് ആശ്രയിക്കേണ്ടി വരുന്നത്. അങ്ങനെ ആശ്രയിക്കുന്ന ഘട്ടങ്ങളിലെല്ലാം തന്നെ ഈ ചെറിയ വള്ളങ്ങളിലുള്ള യാത്രകൾ ഏറെ ദുഷ്കരമായിരുന്നു. പലപ്പോഴും നമുക്ക് സമയത്ത് ജോലിക്ക് എത്താൻ കഴിയാതിരിക്കുക, ഇന്റർവ്യൂവിന് പല സമയത്ത് നമുക്ക് കൃത്യസമയത്ത് എത്താൻ കഴിയാതിരിക്കുക, പരീക്ഷാ സമയത്ത് നമുക്ക് കൃത്യമായിട്ട് എത്താൻ കഴിയാതിരിക്കുക, ആശുപത്രിയിൽ രോഗിയുമായി നമുക്ക് കൃത്യസമയത്ത് എത്താൻ കഴിയാതിരിക്കുക, വള്ളത്തിൽ വെച്ച് തന്നെ മരണം സംഭവിക്കുക, വള്ളത്തിൽ വെച്ച് തന്നെ പ്രസവം സംഭവിക്കുക, അങ്ങനെ ഒട്ടേറെ കെടുതികൾ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ആളാണ്. അതിനുശേഷമാണ് ബോട്ട് വന്നത്. ബോട്ട് വന്നെങ്കിൽ പോലും ആ ബോട്ട് എല്ലാം തന്നെ ഒരു 5:30 മണിക്ക് ശേഷം സ്റ്റാർട്ട് ചെയ്ത് അതേപോലെ തന്നെ അവസാനിക്കുന്നത് ഒരു 9:30 മണിയോടുകൂടിയൊക്കെ ഏകദേശം ബോട്ട് സർവീസ് നിൽക്കുന്നതോടുകൂടി തന്നെ പിന്നെ നമ്മൾ ബാക്കിയുള്ള സമയം മുഴുവൻ ഏകാന്ത തടവിലാണ്. ഈ ദ്വീപിൽ തന്നെ തടവിലാക്കപ്പെട്ട ആളുകളാണ്. ഒരു രാത്രി ഒരു 10 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുലർച്ചെ ഒരു 5 മണി വരെയുള്ള സമയം ഈ ദ്വീപിലെ ജനങ്ങൾ മുഴുവൻ പൂർണ്ണമായും തടവിലാക്കപ്പെട്ട രൂപത്തിലായിരുന്നു. അവർക്ക് ചെറിയ കടത്തുവള്ളങ്ങളെ മാത്രമാണ് ആശ്രയം. അല്ലെങ്കിൽ അത്യാവശ്യം ഈ ബോട്ടാണെങ്കിലും അത്യാവശ്യം ഒന്ന് വിളിച്ച് അക്കരെ പോകാനായിട്ട് ആംബുലൻസ് സർവീസ് എന്ന രീതിയിലല്ലാതെ മറ്റു നമുക്ക് പ്രത്യേകിച്ച് മറ്റ് ഗതാഗത സൗകര്യങ്ങളൊന്നും അറിയാം. എന്നാൽ പാലം വന്നതോടുകൂടി ഈ ദ്വീപിന്റെ മുഖച്ഛായ ആകെ മാറുകയാണ്.
ഞങ്ങള് എക്കാലവും അലട്ടിക്കൊണ്ടിരിക്കുന്ന ജനനം മുതൽ ഇവിടെ ജനിക്കുന്ന ഒരു കുഞ്ഞിന് അത് തിരിച്ചറിവാകുന്ന കാലം മുതൽ അത് അതിനെ ആശങ്കപ്പെടുത്തിയിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അക്കരയ്ക്കുള്ള യാത്രയാണ്. ഭയാനകമായിട്ടുള്ള ഒരു പേടിപ്പെടുത്തുന്ന യാത്രയാണ് എപ്പോഴും. നമുക്ക് സമയത്ത് എത്താൻ കഴിയാതിരിക്കുക, തിരിച്ച സമയത്ത് വീട്ടിലേക്ക് എത്താൻ കഴിയാതിരിക്കുക. വീട്ടിലുള്ള അമ്മമാരാണെങ്കിൽ മക്കൾ ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ എപ്പോൾ വരും, എങ്ങനെ വരും, കാറ്റും കോളും ഒക്കെയുള്ള സമയത്താണെങ്കിൽ എപ്പോൾ വരും, ബോട്ട് കിട്ടുമോ എന്നൊക്കെയുള്ള ആശങ്ക മൂലം ഏത് നേരവും ആശങ്കയോടുകൂടി മാത്രം വീട്ടിൽ കഴിഞ്ഞിരുന്ന സാഹചര്യം അതെല്ലാം മാറി എന്നതാണ്. ഞങ്ങളുടെ ഭയം എന്ന് പറയുന്ന ഒരു സംഗതി ഞങ്ങളെ പൂർണ്ണമായും വിട്ടകന്നു. ഇന്ന് ഞങ്ങൾ തികച്ചും സ്വതന്ത്രനാണ്. ഒരു കൂട്ടിലടച്ച കിളിയെ നിങ്ങൾ തുറന്നു വിട്ട് കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട്. അതിന് എവിടെ വേണമെങ്കിലും പോകാം, എവിടെ പോയി വേണമെങ്കിലും തീറ്റ തേടാം, എവിടെ വേണമെങ്കിലും കൂട് കൂട്ടാം. അങ്ങനെയുള്ള ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്ന അതാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അത് മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷമാണ്. ഭയം പൂർണ്ണമായും മാറി എന്നുള്ളതാണ്. ഇരുട്ടു നിറഞ്ഞ രാത്രികളിൽ ഒരത്യാവശ്യം വന്നാൽ കായലിനെ നോക്കി നെടുവീർപ്പിട്ട ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് കായലിന് മുകളിലൂടെ വെളിച്ചം വിതറി നിൽക്കുന്നൊരു പാലമുണ്ട്. ഗ്രാമത്തിലെ ഓരോ വീടിനും ഇപ്പോൾ നഗരത്തിന്റെ വേഗമുണ്ട്. എന്നാൽ ദ്വീപിന്റെ തനത് പൈതൃകത്തിനും പാരമ്പര്യത്തിനും ഒപ്പം പ്രകൃതിയുടെ പരിശുദ്ധിക്കും ചെറിയ തോതിലെങ്കിലും പരിക്കേൽപ്പിക്കാനും ഇതൊരു കാരണമായേക്കാം എന്നൊരാശങ്കയും നിലനിൽക്കുന്നു. ശ്രീ ദേവരാജപ്പണിക്കർ. ആൾക്കാർക്ക് ഒരു സമയത്തിന്റെ ഒരു ബന്ധനത്തിലായിരുന്നു ആൾക്കാർ. കാരണം ബോട്ടിനെയോ ജങ്കാറിനെയോ ആശ്രയിച്ചാണ് എത്തിക്കൊണ്ടിരുന്നത്. ആ ബോട്ടിന്റെയും ജങ്കാറിന്റെയും സമയം അനുസരിച്ച് ട്യൂൺ ചെയ്യപ്പെട്ട ഒരു ജീവിതമായിരുന്നു അവരുടേത്. പിന്നെ ഒരു സുരക്ഷിതത്വ ബോധത്തിന്റെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അത്യാഹിതം സംഭവിച്ചാൽ ഉടനെ ബെറ്റർ ട്രീറ്റ്മെന്റ് കിട്ടുന്ന സ്ഥലത്തേക്ക് എത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ഭീതി അവിടെ നിലനിന്നിരുന്നു. സാഹചര്യത്തിന് ഇപ്പം മാറ്റം വന്നിട്ടുണ്ട്. അതോടൊപ്പം അതിന്റെ ഒരു പ്രകൃതിയുടെ ഒരു പ്രൊട്ടക്ഷൻ ഈ ഗ്രാമത്തിന് കിട്ടിയിരുന്നു. ഒട്ടും തന്നെ പൊള്യൂട്ടഡ് ആകാത്ത വായുവും ജലവും പ്രകൃതി സമ്പത്തൊക്കെ ഉണ്ടായിരുന്നു. അതിനുള്ള ചെറിയൊരു മാറ്റം, ഒരു മലിനീകരണം കടന്നു വരുന്ന ഒരു വഴി കൂടിയാണിത്. അങ്ങനത്തെ രീതിയും ഇതിനകത്തുണ്ട്. ഈ ഒരു ഒറ്റപ്പെടലും അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് അതിലൊന്നും പൂർണ്ണമായി മോചിപ്പിക്കപ്പെട്ടിട്ടില്ല. പൂർണ്ണമായ മോചനം വരണമെന്നുണ്ടെങ്കിൽ പൂത്തോട്ടയുമായിട്ടുള്ള ഒരു ലിങ്ക് കൂടെ പൂർത്തിയാകണം. പൂത്തോട്ട പാലങ്ങളിൽ ഇപ്പം നല്ലൊരു ശതമാനം ആൾക്കാർ ബോട്ടിനെയും ജങ്കാറിനെ ആശ്രയിച്ച് പോകുന്നുണ്ട്. കിഴക്കനെയും മേഖലയിലേക്ക്, പൂത്തോട്ടയിലേക്ക്, അതുവഴി എറണാകുളം, കോട്ടയം പ്രദേശങ്ങളിലേക്ക് പോകുന്നവർ. അതുപോലെ പാനാവള്ളിയിലേക്ക് ബോട്ടിന് പോകുന്നവരുണ്ട് ദിവസം വരുന്ന യാത്രക്കാർ. ആ ഒരു അവസ്ഥ മാറണമെങ്കിൽ ഒരു കണക്ടിവിറ്റി കൂടെ വരണം. അത് പൊങ്ങെ തരുമെന്നാണ് പൊതു MLA ഒക്കെ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഈ ഒരു കാര്യം പ്രധാനമായിട്ട് ഞാൻ ചൂണ്ടിക്കാണിച്ചതാണ്, ജീവിതത്തിന് ഒരു സുരക്ഷിതത്വ ബോധം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയൊരു ഇതായിട്ട്. മറ്റേത് ഒരു അസമയത്ത് എന്തെങ്കിലും ഒരു അസുഖം വരികയോ ഒരാപത്ത് വരികയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രോഗിയെ അല്ലെങ്കിൽ ആ ആളെ സുരക്ഷിതമായ ഹോസ്പിറ്റലുകളിൽ എത്തിക്കാൻ ബുദ്ധിമുട്ടിയിരുന്നു. മെച്ചപ്പെട്ട ചികിത്സ കിട്ടുന്ന സാധനങ്ങൾ ഇപ്പൊ അതിന് ബുദ്ധിമുട്ടില്ല. അരമണിക്കൂർ കൊണ്ട് നമുക്ക് എറണാകുളത്ത് എത്താവുന്ന സാഹചര്യം ഇപ്പം നിലവിലുണ്ട്. വയസ്സിൽ ഇവിടെ എത്തും അരമണിക്കൂർ കൊണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സൗകര്യം ജീവിതത്തിൽ സുരക്ഷിത ബോധം ഉണ്ടാക്കി എന്നുള്ളതാണ്. അതിലുള്ള സമയം ധാരാളം സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. മറ്റേ സമയത്തിന് ജങ്കാറിന്റെയും ബോട്ടിന്റെയും സമയത്തിനനുസരിച്ച് ട്യൂൺ ചെയ്യപ്പെട്ട ജീവിതം ആ ഒരു ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഏത് സമയത്താണെങ്കിലും പോകാം എന്നൊരവസ്ഥ ഉണ്ട്. ആ ഒരു സുരക്ഷിത ബോധമുണ്ട്. പിന്നീട് യാത്ര കഴിഞ്ഞ് വരുന്നവർ എനിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവമാണ്. പുറത്ത് പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ ജങ്കാർ സമയത്ത് എത്താൻ പറ്റിയില്ലെങ്കിൽ വെളിയിൽ താമസിക്കേണ്ടി വരും. ആ ഒരു അവസ്ഥയൊക്കെ മാറിയിട്ടുണ്ട്. അതാണ് ബന്ധങ്ങളിൽ ഒരു ഉണർവ് വന്നിട്ടുണ്ട്. സാധാരണ വീടുകളിലൊക്കെ ബന്ധങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോകും വരികയൊക്കെ ചെയ്യുമല്ലോ. ആ ഒരു അവസ്ഥ ഇവിടെ ബുദ്ധിമുട്ടായിരുന്നു. ഈ ഒരു യാത്രാ ബുദ്ധിമുട്ട് ഇപ്പൊ അതുണ്ടായിട്ടുണ്ട്. ബന്ധുജനങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ട്, അങ്ങോട്ട് പോകുന്നുണ്ട്, ഗൃഹ സന്ദർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ രീതിയിലുള്ള ഒരു ഇന്ററാക്ഷൻ ബന്ധം കൂട്ടിയുറപ്പിക്കാൻ അത്യാവശ്യമാണ്. അത് ഉണ്ടാകുന്നുണ്ട് എന്നൊരു ഗുണമുണ്ട്. പിന്നെ ഇതിന് വരുന്ന ഒരു കരിമ്പളത്തിന്റെ ഒരു അൺടാപ്ഡ് ആയിട്ടുള്ള പ്രകൃതി സൗന്ദര്യമാണ് ഇവിടെ നിലനിന്നിരുന്നത്. ധാരാളം ജൈവ വൈവിധ്യമൊക്കെ ഉണ്ട്. 72 കാവുകളുണ്ട്, വാട്ടർ ഫ്രണ്ട്സ് ഉണ്ട്. അങ്ങനെയുള്ള ഒരു പ്രത്യേക ചുറ്റുപാടുണ്ടായിരുന്നു. അതിന് ഒരു അൺടാപ്ഡ് പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനുള്ള അവസരം ധാരാളം ആൾക്കാർക്ക് കിട്ടുന്നു. ഇപ്പോൾ വരുന്നവർ തന്നെ വളരെ സംതൃപ്തരാണ് പലരും. പ്രത്യേകമായിട്ട് ഡയറക്റ്റ് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ പോലും അവർ ചുറ്റുകിടന്ന് ആകാംക്ഷയോടെ ഇതൊക്കെ കാണുകയാണ്. ആ പ്രകൃതി ആ ഒരു വയലേലുകളിലേക്ക് ഇറങ്ങുന്ന ഒരു കാറ്റിൽ അത് ഓടി നടന്ന് കളിക്കുന്ന പോലെ ആൾക്കാർ ഓടി നടന്ന് പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുക. അതിനെ സ്ട്രീം ലൈൻ ചെയ്യാനുള്ള ശ്രമമൊക്കെ പഞ്ചായത്തിൽ നിന്നൊക്കെ നടത്തുന്നുണ്ട്. അവർ ഗൈഡ് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു അൺടാപ്ഡ് പ്രകൃതി സൗന്ദര്യം ഇപ്പം ലോകത്തിന് തുറന്നു കൊടുത്തിരിക്കുകയാണ്. ലോകത്തിന് പരിചയപ്പെടുത്താനായിട്ട് ഉള്ള അവസരം ഉണ്ടായിരിക്കുകയാണ്. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മെച്ചപ്പെട്ട മാർക്കറ്റ് ലഭിക്കുന്ന ഒരു സംവിധാനം ഇവിടെ വന്നിട്ടുണ്ട്. മറ്റേത് ഉൽപ്പന്നങ്ങൾ വിൽക്കല് ഒരു ബുദ്ധിമുട്ടായിരുന്നു.
അതിന് ശരിയായ വില കിട്ടുകയില്ല. ആ രീതിയിൽ ഉണ്ട്. അത് തന്നെയല്ല, ഈ കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകതകളുണ്ട് ഇവിടെയുള്ള വാളംപുളി അല്ലെങ്കിൽ ഇവിടെയുള്ള മത്സ്യസമ്പത്ത്, ഇവിടെയുള്ള പച്ചക്കറികൾക്കൊക്കെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ ലോകത്തിന് മുന്നിൽ തുറക്കുകയാണ്. അതോടൊപ്പം അതിനകത്ത് പൊളിയൂരിലാകാനുള്ള സാധ്യത ഇതിനകത്തുണ്ട് എന്ന് നിങ്ങൾ കാണുകയാണ്. വേമ്പനാട്ട് കായലിൻ്റെയും പെരുമ്പളം ദ്വീപ് പഞ്ചായത്തിൻ്റെയും മനോഹാരിത വേണ്ടുവോളം ആസ്വദിക്കാനും നിർമ്മലമായ ഗ്രാമസംസ്കാരം തൊട്ടറിയാനും ഇവിടേക്കിന്ന് ധാരാളം സഞ്ചാരികൾ എത്തിച്ചേരുന്നു. പഞ്ചായത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനം വേഗത്തിലാക്കാനും ഈയൊരു പാലം നിർണായകമായ പങ്കുവഹിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ശ്രീ അച്യുതൻ. പാലം തുറന്നതോടുകൂടി നൂറ്റാണ്ടുകളായിട്ടുള്ള പെരുമ്പളം നിവാസികളുടെ യാത്രാ ദുരിതത്തിനാണ് അറുതി വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും പെരുമ്പളത്തെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. ഇപ്പൊ തന്നെ ഒരു ദിവസം മണിക്കൂറുകളോളം ലാഭിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. മുന്നേ ബോട്ട് ജെട്ടികളിലൊക്കെ പോയിട്ട് ബോട്ട് കാത്തു നിൽക്കുകയും ജോലി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് യാത്ര പോയിട്ട് തിരികെ വരാനായിട്ട് ബോട്ട് ജെട്ടികളിൽ വന്ന് ബോട്ട് കിട്ടാതെ രാത്രിക്ക് വരാന്തകളിലും അല്ലെങ്കിൽ എവിടെയെങ്കിലുമുള്ള ബന്ധു വീടുകളിലൊക്കെ പോയി അന്തി ഉറങ്ങേണ്ട സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതെല്ലാം മാറി പതിറ്റാണ്ടുകളോളമുള്ള കാത്തിരിപ്പിന് ഒരു വിരാമമായിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ 10,000 ജനങ്ങൾക്ക് വേണ്ടി ഈ ദ്വീപിലേക്ക് ഒരു പാലം കിട്ടിയത് വളരെയധികം സന്തോഷകരമാണ്. വളരെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് പെരുമ്പളത്തെ ജനങ്ങളെ സംബന്ധിച്ചുണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും പെരുമ്പളം ദ്വീപ് പഞ്ചായത്തിന് ഒട്ടേറെ വികസന പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതെല്ലാം പ്രാവർത്തികമാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവാദിത്ത ടൂറിസം മിഷന്റെ ടൂറിസം ഹബിലേക്ക് പെരുമ്പളം ദ്വീപിനെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് 2 വർഷം മുമ്പ് അതിന്റെ പ്രഖ്യാപനമുണ്ടായി. അതുമായി ബന്ധപ്പെട്ട പരിപാടികൾ, പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്യുന്നതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി കാലത്ത് തന്നെ നടത്തിയിട്ടുള്ളതാണ്. പ്രത്യേക ഗ്രാമസഭ വിളിച്ചു കൂട്ടുകയും ബഹുജനങ്ങളുടെ ആകെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ രൂപീകരിക്കുകയും അത് ഉത്തരവാദിത്ത ടൂറിസം മിഷനെ പ്രോജക്റ്റായിട്ട് അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വനിതകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വനിതകളുടെ രാത്രികാല സഞ്ചാരം ദ്വീപിന്റെ വിവിധ ഭാഗങ്ങളിലേക്കൊക്കെ നടത്തി പൂർത്തീകരിച്ച് വിജയിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ പാലം വന്നതോടുകൂടി ഒട്ടനവധി വികസന പദ്ധതികൾ നമുക്ക് നടപ്പാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. മുന്നേ തന്നെ ചെറുകിട സംരംഭങ്ങൾക്ക് പ്രോത്സാഹനം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ മെറ്റീരിയൽസ് എല്ലാം കൊണ്ടുവരുന്നതിനുള്ള ഒരു സ്ഥാപനം തുടങ്ങുന്നതിനായിട്ടുള്ള ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുവരുന്നതിനുള്ള യാത്രാക്ലേശം തന്നെയാണ് നിലനിന്നിരുന്നത്. ഇപ്പോൾ അതെല്ലാം മാറിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് റോഡുകൾ, വേണ്ടത്ര റോഡുകളില്ല, റോഡ് വികസിച്ചിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം അഭിമുഖീകരിക്കുന്നുണ്ട്. റോഡ് വികസിക്കേണ്ടതുണ്ട്. എന്നാൽ റോഡ് വന്നതോടുകൂടി ഒട്ടനവധി സംരംഭങ്ങൾ പെരുമ്പളത്തേക്ക് വരികയും അത് ദ്വീപിന്റെ ഒരു വരുമാന മാർഗമായിട്ട് മാറുകയും ചെയ്യുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ഉത്തരവാദിത്ത ടൂറിസം ഏറ്റവും ഭംഗിയായിട്ട് നിർവഹിക്കാനായിട്ട് വിനോദസഞ്ചാരികളെ കൂടുതൽ ആകർഷിക്കാനായിട്ട് പറ്റുന്ന ഒട്ടനവധി കാര്യങ്ങൾ പെരുമ്പളം ദ്വീപിലുണ്ട്. ഇവിടെ ഞങ്ങളുടെ ദ്വീപില് ധാരാളം കാവുകളുണ്ട്. ഈ കാവുകളിലൊക്കെ ഇപ്പോൾ നമ്മുടെ അന്യം നിന്ന് പോകുന്ന ചില കലാപരിപാടികളൊക്കെ ഉണ്ടല്ലോ, സർപ്പം തുള്ളല്, ഗന്ധർവം തുള്ളല്, ഇതൊക്കെ പെരുമ്പളം ദ്വീപില് കൃത്യമായിട്ട് സീസണിൽ കൃത്യമായിട്ട് നടന്നു പോകുന്ന ഒന്നാണ്. 100 കണക്കിന് കാവുകളാണ് വീടുകളോടനുബന്ധിച്ചും പൊതു ഇടങ്ങളിലും ഒക്കെ ആയിട്ട് പൊതുവായിട്ടുള്ള സമൂഹം നടത്തുന്നതായിട്ടുള്ള ഒത്തിരി കാവുകളുണ്ട്. അതുപോലെ ക്ഷേത്രങ്ങൾ ധാരാളമുണ്ട്. ഡിസംബർ മാസം ആദ്യം ഉത്സവം തുടങ്ങി ഏപ്രിൽ മാസം അവസാനിക്കുന്ന തരത്തിൽ 10-60ഓളം ക്ഷേത്രങ്ങളുണ്ട്. ഉത്സവം ഭംഗിയായി നടക്കുന്ന 10-20ഓളം ക്ഷേത്രങ്ങളുമുണ്ട്. അപ്പൊ ഈ കാവുകളെ ബന്ധപ്പെടുത്തി ഈ ടൂറിസ്റ്റുകളെ ആകർഷിക്കുവാനായിട്ടുള്ള പദ്ധതികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇടറോഡുകൾ അതിനാവശ്യമായിട്ട് വരും. ഒരു ബന്ധിപ്പിച്ചുകൊണ്ട് ഓരോ ഇടങ്ങളും ബന്ധിപ്പിച്ചുകൊണ്ട് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ നല്ല രീതിയിൽ സർപ്പം തുള്ളലും ഗന്ധർവൻ തുള്ളലും ഒക്കെ നടന്നു വരുന്നുണ്ട്. ഈ കലകളൊക്കെ അന്യം നിന്ന് പോകുന്നതായതുകൊണ്ട് പെരുമ്പളത്ത് ഇത് നല്ല രീതിയിൽ നടക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത് കാണാം. കേരളത്തിലെ തന്നെ മിക്കവാറും ജനങ്ങൾ ഈ കലാപരിപാടികളൊന്നും കണ്ടിട്ടുണ്ടാകില്ല. സ്വദേശികളെയും വിദേശികളെയും ഒക്കെ ആകർഷിക്കുന്ന തരത്തിലുള്ള പരിപാടികൾ നടത്തുന്നതിനാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും വലിയ രീതിയിൽ വികസിക്കുക തന്നെ ചെയ്യുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. വിയർപ്പും കണ്ണീരും കലർന്ന കാത്തിരിപ്പിനൊടുവിൽ ലഭിച്ച കൈനീട്ടം. വേമ്പനാട്ട് കായലിന്റെ മാറിലൂടെയുള്ള യാത്ര ഇന്ന് ഭയത്തിൻ്റെതല്ല, ആത്മവിശ്വാസത്തിൻ്റെതാണ്. പെരുമ്പളം പാലം യാഥാർത്ഥ്യമായപ്പോൾ നിർവഹണം റിയാസ് കളപ്പുരയിൽ, സഹകരണം ടി സുരേഷ്, അവതരണം ആകാശവാണി കൊച്ചി FM 102.3. സമകാലികം.